അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ബഹുമാന്യരായ വിശ്വാസിനികളെ, വിശുദ്ധ റമദാൻ അവസാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ മറ്റൊരു പുണ്യകർമ്മമാണ് ഫിത്ർ സക്കാത്ത് എന്ന് അറിയപ്പെടുന്നത്. ഓരോ മുസ്ലിമായ മനുഷ്യൻ്റെയും ശരീരത്തിൻ്റെ സക്കാത്താണ് യഥാർത്ഥത്തിൽ ഫിത്ർ സക്കാത്ത്. പെരുന്നാൾ ദിവസം രാത്രിയും പകലും കഴിക്കാൻ ആവശ്യമായ തനിക്കും കുടുംബത്തിനുമുള്ള ഭക്ഷണവും അനിവാര്യമായ അത്യാവശ്യങ്ങളും കഴിച്ച് വല്ലതും മിച്ചമുള്ള എല്ലാവരും നിർബന്ധമായും നൽകേണ്ടുന്ന ഒന്നാണ് സക്കാത്തുൽ ഫിത്ർ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു പറയുന്നു, കുന്നാ നുഖ്രിജു സക്കാത്തുൽ ഫിത്രി ഇദ് കാന ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ സക്കാത്തുൽ ഫിത്ർ നൽകുമായിരുന്നു എന്നാണ്. വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത്. നബി തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞ രണ്ട് കാര്യം തുഹ്റത്തുൻ ലിസ്വാഇം മിനൽ ലഗ്വി വറഫസ് എന്നാണ്. നോമ്പുകാരന് സംഭവിച്ചു പോകുന്ന അനാവശ്യമായ വാക്കുപ്രവർത്തികൾ അതിനെല്ലാമുള്ള ശുദ്ധീകരണമാണ് ഫിത്ർ സക്കാത്ത്. അതോടൊപ്പം വതുഅമത്തൻ ലിൽ മസാക്കീൻ, മിസ്കീന്മാർക്ക് സാധുക്കൾക്കുള്ള ഒരു ഭക്ഷണവുമാണ്. പെരുന്നാൾ ദിവസം അവർക്ക് ആളുകൾക്ക് മുമ്പിൽ കൈനീട്ടേണ്ടി വരാതിരിക്കാൻ, യാചിക്കാനായി പോകാതിരിക്കാൻ അവർക്കൊരു ആശ്വാസം, അതുകൂടിയാണ് സക്കാത്തുൽ ഫിത്റിൻ്റെ ഉദ്ദേശം എന്നർത്ഥം. സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ്, ഫർളാണ് എന്ന് ഹദീസിൽ തന്നെ വ്യക്തമായി കാണാം. ഇബ്നു ഉമർ പറയുന്നു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ മിൻ റമളാൻ. റമളാനിൽ സക്കാത്തുൽ ഫിത്ർ നബി തങ്ങൾ ഫർളാക്കി. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിൽ തന്നെ കാണാം, അലൽ അബ്ദി വൽ ഹുർരി വൽ ലക്കരി വൽ ഉൻസ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ. ആണായാലും പെണ്ണായാലും ചെറിയവരോ വലിയവരോ അടിമയോ സ്വതന്ത്രനോ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്ർ സക്കാത്ത് ഫർളാക്കിയിരിക്കുന്നുവെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഫിത്ർ സക്കാത്ത് അനിവാര്യമായും നൽകണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ എപ്പോൾ നൽകണം, എങ്ങനെ നൽകണം എന്നെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നു. റമളാനിൻ്റെ അവസാനത്തെ ദിവസം മഗ്‌രിബോട് കൂടിയാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. ആ സമയത്ത് ജീവിച്ചിരിപ്പുള്ള മുഴുവൻ ആളുകൾക്കും സക്കാത്ത് കൊടുത്തേ പറ്റൂ, ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ആളുകൾക്ക്. അഥവാ മഗ്‌രിബിന് 10 മിനിറ്റ് മുമ്പ് ജനിച്ച കുട്ടിക്കടക്കം നൽകേണ്ടതുണ്ട്. മഗ്‌രിബ് കഴിഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞ് മരിച്ച ഒരാൾക്കും ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ട്. മഗ്‌രിബിന് മുമ്പ് മരിച്ച ഒരാൾക്കും മഗ്‌രിബിന് ശേഷം ജനിച്ച ഒരാൾക്കും നിർബന്ധമില്ല, എന്നാൽ നൽകിയാൽ അതും അഭികാമ്യമാണ്, ശ്രേഷ്ഠമാണ് എന്ന് സ്വഹാബിമാരുടെ അധ്യാപകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾക്ക് നൽകേണ്ടത് ഒരു സ്വാ ആണ് എന്നാണ് ഹദീസിലെ പ്രയോഗം. 4 മുദ്ദിനാണ് ഒരു സ്വാ എന്ന് പറയുക. സാധാരണ ഒരു ഇടത്തരം കൈ കൊണ്ട് 2 കൈകൾ കൂട്ടിപ്പിടിച്ച് വാരിയാൽ കിട്ടുന്നതിനാണ് ഒരു മുദ്ദ് എന്ന് അറബിയിൽ പ്രയോഗിക്കുന്നത്. സാധാരണഗതിയിൽ 2 കിലോയും ഒരല്പം അധികവുമാണ് ഒരു സ്വാ 4 മുദ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 200, 2.25, 2.5 കിലോ. ചില ധാന്യങ്ങൾ 3 കിലോ വരെ വന്നേക്കാം. ധാന്യങ്ങളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസം അതിൽ ഉണ്ടാവാം. അതാണ് ഒരു വ്യക്തിയുടെ വിഹിതമായി നൽകേണ്ടത്. അത് മിസ്കീന്മാർക്കാണ് നൽകേണ്ടത്. പ്രത്യേകമായി ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു, തുഅമത്തൻ ലിൽ മസാക്കീൻ, മിസ്കീന്മാർക്ക് സാധുക്കൾക്കാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. ഇത് അനിവാര്യമെങ്കിൽ സക്കാത്തിൻ്റെ 8 അവകാശികളിൽപ്പെട്ടവർക്ക് നൽകിയാലും വീടുമെന്നാണ് പൊതുവെയുള്ള പണ്ഡിതാഭിപ്രായമായി കാണാൻ സാധിക്കുന്നത്. എപ്പോഴാണ് നൽകേണ്ടത്? സൂര്യാസ്തമയ ശേഷം, റമളാനിൻ്റെ അവസാനത്തെ മഗ്‌രിബോട് കൂടി നിർബന്ധമാകുന്നു. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി അവകാശികൾക്ക് എത്തേണ്ടതുണ്ട്. എന്നാൽ പെരുന്നാളിൻ്റെ 1-2 ദിവസം മുമ്പ് നൽകിയാലും വിരോധമില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പെരുന്നാളിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഫിത്ർ സക്കാത്ത് നൽകുമായിരുന്നു എന്ന് കാണാം. നാട്ടിലെ മുഖ്യാഹാരമാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. നമ്മുടെ നാട്ടിൽ അരിയാണ് മുഖ്യാഹാരം, അതാണ് നൽകേണ്ടത്. അതിനപ്പുറത്തേക്ക് ബിരിയാണി അരിയോ ആ നിലക്കുള്ള ചില ഇനങ്ങളൊക്കെ നൽകുന്ന ആളുകളുണ്ട്. ഒരാൾക്ക് സ്വയം വേണമെങ്കിൽ നൽകാമെന്നല്ലാതെ അത് നൽകിയാലേ പറ്റൂ, അതാണ് കടമ, അതിനാൽ അത്രയും പണം ഏൽപ്പിക്കണം എന്ന് പറയാൻ പള്ളി കമ്മിറ്റികൾക്കോ സക്കാത്ത് കമ്മിറ്റികൾക്കോ അവകാശമില്ല. അള്ളാഹു നിർബന്ധമാക്കാത്ത ഒന്ന് നമുക്ക് നിർബന്ധമാക്കാൻ വകുപ്പില്ല എന്നർത്ഥം. നാട്ടിലെ മുഖ്യാഹാരം എന്തോ അതാണ് സക്കാത്തായി നൽകേണ്ടത്. ഏതാണെങ്കിലും അള്ളാഹും റസൂലും നിർബന്ധമാക്കിയ ഒരു നിർബന്ധ കർമ്മം എന്ന നിലയ്ക്ക് ഒരു ഇബാദത്തായി തന്നെ കണ്ടുകൊണ്ട് നാം ഇത് നിർവഹിക്കണം. വിതരണം ചെയ്യുമ്പോൾ ഒരു മിസ്കീനോ 2 പേർക്കോ 5 പേർക്കോ 10 പേർക്കോ എങ്ങനെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും കൊടുക്കാൻ അനുവാദമുണ്ട്. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായ നെയ്യത്തോടെയാണ് നൽകേണ്ടത് എന്നു മാത്രം. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ഫിത്ർ സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ അത് ഫിത്ർ സക്കാത്തല്ല, അത് സാധാരണ സ്വതക്കയായി മാത്രമേ കണക്കാക്കപ്പെടുകയുള്ളൂവെന്ന് ഹദീസ് പ്രത്യേകമായി
പഠിപ്പിക്കപ്പെടുന്നു. നമ്മുടെ നോമ്പിലെല്ലാം സംഭവിച്ചു പോയേക്കാവുന്ന ധാരാളം പോരായ്മകൾ, ആ പോരായ്മകൾ നികത്താനായി നോമ്പ് നിർബന്ധമാക്കപ്പെട്ട അതേ വർഷം ഹിജ്റ 2-ാം വർഷത്തിലാണ് ഫിത്ർ സക്കാത്തും അള്ളാഹു തആല നിർബന്ധമാക്കിക്കൊണ്ട് നിർദ്ദേശം നൽകുന്നത്. ഈ ഒരു മഹത്തായ ഇബാദത്തിനെ ആ നിലയ്ക്ക് തന്നെ കണ്ട് മനസ്സറിഞ്ഞ് ഇഖ്ലാസോടെ നിയ്യത്തോടെ നിർവഹിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.